development, project management, program implementation, and establishing rural business institutions. He is an international trainer with vast experience in consultancy, research, education, and training. Let me cordially invite Professor Sivan Ambattu sir to enlighten us about entrepreneurship. Sir, please. Good afternoon. ആയിട്ടുണ്ടോ? ഇല്ല. Good morning തന്നെയാണ്. Shall we start? Okay. We will go through Manglish, English as well as Malayalam. That I think that best choice. എൻ്റെ പേര് പറഞ്ഞു. കുറച്ചു കാലം UN ഏജൻസികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 10-15 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്, സുനാമി, ഭൂകമ്പം, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ റിഹാബിലിറ്റേഷൻ പ്രോസസ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് ആവശ്യമായ പല ട്രെയിനിങ് പ്രോഗ്രാമുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ബേസ്. I represent an institute called Entrepreneurship Development Institute of India, ഭാരതീയ സംരംഭകത്വ വികസന സ്ഥാപനം. വ്യക്തികളിലെ കഴിവുകളെ പരിപോഷിക്കുക, ക്രിയാത്മകമായിട്ട് പരിപോഷിക്കുക. സംരംഭകനും സംരംഭകനല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്? സംരംഭകനും സാധാരണക്കാരനും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്? ഈ ചോദ്യമാണ് സംരംഭകത്വത്തിന്റെ അടിസ്ഥാനം. ഇത് പറയുമ്പോൾ entrepreneurs are always to be considered as performers. എന്താ കൺസിഡർ, അവരെന്താ വിളിക്കണ്ടേ? പെർഫോമേഴ്സ്. ആരെയാണ് നമ്മൾ പെർഫോമർ എന്ന് വിളിക്കുക? Which category we can address them as performers? അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? നോ ഐഡിയ? വേണ്ട. ഒരു കാര്യം പറ്റുള്ളൂ. ഏതൊരു ജോലി ചെയ്യാനും അടിസ്ഥാനമായിട്ട് എന്ത് വേണം? പറയാം. ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് നല്ല ഒരു നീന്തൽ താരമായിട്ട് മാറണം. എന്താണ് എൻ്റെ ആവശ്യം? എന്താണ് ആവശ്യം? എത്ര പേർക്ക് നീന്തൽ അറിയാം? ഓക്കെ. നീന്തൽ താരമായിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? ഉറക്കെ പറഞ്ഞോ. നന്നായിട്ട് നീന്താൻ അറിയണം. എന്താണ്, എങ്ങനെയാണെങ്കിൽ എന്താണ് നീന്തൽ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് സ്വിമ്മിങ്? വെള്ളത്തിൽ മുങ്ങാതെ കൊണ്ടാണ് ഞാൻ വഞ്ചിയിലൂടെ യാത്ര ചെയ്യുന്നത്. നീന്തലായോ? So many of us are good swimmers, but when we ask that what is the swimming, we are not in a position to define it. We are not in a position to tell what actually it is. നമ്മളെല്ലാവരും നമ്മളുടേതായിട്ടുള്ള കഴിവുകളെ, the skill that we have been attributed within ourselves, are not in a position to communicate to others. Then what is the chance? What is the choice for performing? We have a large number of skills within us. നമ്മളിലുള്ള കഴിവുകളെ കണ്ടെത്തുവാൻ നമുക്ക് പറ്റാത്ത അവസ്ഥ, നമ്മളിലുള്ള കഴിവുകൾ എന്താന്ന് പറയുവാൻ പറ്റാത്ത അവസ്ഥ.
That is what basically we are working as or knowing as an ordinary person. ഈ ഓർഡിനറി വ്യക്തികളിൽ നിന്ന് നമുക്ക് എന്തായിട്ട് മാറണം? പെർഫോമേഴ്സ് ആയിട്ട് മാറണം. It may be you may be an entrepreneur or you may be an intrapreneur or you may be a the intrapreneur എന്ന് പറഞ്ഞാൽ you don't have to invest. Keep it aside the risk of investing, but in all aspects you should perform like an entrepreneur. നിങ്ങൾ ഒരു സംരംഭകനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുക, except the times of keeping aside the investment. ആ ലെവലിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മളുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത്, നമ്മളുടെ ചിന്താശൈലികളെ മാറ്റുവാനായിട്ട് ശ്രമിക്കുന്നത്, നമ്മളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന നമ്മളുടെ കഴിവുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പൊ നീന്തൽ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് സ്വിമ്മിങ്? ജലോപരിതലത്തിലൂടെ, ഇഫ് ഐ സേ ഇൻ മലയാളം, ജലോപരിതലത്തിലൂടെ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതിനെയാണ് നീന്തൽ എന്ന് പറയുന്നത്. But we are not in a position to define it exactly, even though the fact that many of us are good swimmers. But at the same time, ഈ അറിവ് കിട്ടിയത് കൊണ്ട് ഈ മാഡമോ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ നിങ്ങൾക്ക് we have imparting inputs like anything for the knowledge. But if you absorb this knowledge, will you be able to perform? നിങ്ങൾക്ക് നീന്തൽ എന്നാന്ന് പറഞ്ഞു തന്നതിന്റെ പേരിൽ നിങ്ങൾ വെള്ളത്തിൽ ചാടിയാൽ എന്ത് സംഭവിക്കും? You will be, see, knowledge alone may not sufficient to reach the goal. Then there should be a skill. You may have to convert your knowledge into skill. Then further you should have good ambition. Then you will be a performer. Then you will be an entrepreneur. ഈ സംരംഭകത്വ ശാസ്ത്രത്തിന് അടിത്തറമാകുന്നതിന് വേണ്ടി 1983 ഗുജറാത്തിൽ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സംജാതമായി. എന്റർപ്രണേഴ്സ് ആർ ദ നീഡ് ഓഫ് ദ അവർ. എന്തുകൊണ്ടാണ്? ആദ്യമായിട്ട് പ്ലാനിംഗ് ബോർഡ് എന്നതിനെ മാറ്റി, കേന്ദ്ര ഗവൺമെന്റ് പ്ലാനിംഗ് ബോർഡിനെ മാറ്റിക്കൊണ്ട് ഇപ്പൊ എന്താണ് പേര് പറയാ? നീതി ആയോഗ് എന്ന് പറയുന്ന ആ സംഘടനാ സംവിധാനത്തിലേക്ക്, ഗവൺമെന്റിന്റെ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മളൊന്ന് അനാലിസിസ് നടത്തി. എന്താണ് നമ്മളുടെ എംപ്ലോയ്മെന്റ് മാർക്കറ്റ്? അപ്പൊ അതിൽ കണ്ടെത്തിയ ഒരു കാര്യം, ഒരു 4 കൊല്ലം മുമ്പ് വന്ന റിപ്പോർട്ടില് ഒരു ദശാബ്ദത്തിനകത്ത് 115 മില്യൺ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ റിക്വയർഡ് ടു. എത്ര? 115 million employment opportunities. And what are the main source of employment opportunities in India? എവിടെയൊക്കെയാണ് നമുക്ക് ജോലി കണ്ടെത്താനായിട്ട് സാധിക്കുക? നോ ഐഡിയ. 2 തരത്തിലാണ്. ഒന്ന് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, രണ്ടാമത്തേത് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. പിന്നെ ഏതാണ് നമ്മളുടെ പ്രൈമറി സെക്ടർ? Agriculture. So there are 2 sectors which contribute for employment, which are there. One is agriculture, another one is traditional. The traditional industries എന്ന് പറഞ്ഞാൽ, I'm talking only about entrepreneurship, nothing more. എന്താ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ? ടെക്സ്റ്റൈൽ, ഹാൻഡ്ലൂംസ്. ടെക്സ്റ്റൈൽ ഹാസ് വെരി ഹൈ പൊട്ടൻഷ്യൽ ഏരിയ ഈവൻ. പിന്നെ ഏതാണ് കേരളത്തിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രി? അതൊക്കെയാണ്. ബിക്കോസ് ദീസ് ആർ ഓൾ അറ്റാച്ച്ഡ് വിത്ത് ഹാക്കത്തോൺ, സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് ഗോൾസ്. വേറെ ഏതാണ്? ഒന്ന് ഹാൻഡ്ലൂം, കോയർ, പിന്നെ പല വില്ലേജ് ഇൻഡസ്ട്രീസ്. ഇതൊക്കെ കൂടിക്കൊണ്ട് മൊത്തം ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ അഗൈൻസ്റ്റ് ദ ടാർഗറ്റ് ഓഫ് 115 million employment opportunities required or to be generated, we will be able to reach only 45 million employment opportunities. But there is a wide gap. ഈ വൈഡ് ഗ്യാപ്പിൽ നിന്നാണ് അവസ്ഥ ഉരിഞ്ഞത്. ഓരോ കുട്ടികളെയും എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ക്യാമ്പസിൽ നിന്ന് എന്തായി കൺവേർട്ട് ചെയ്യണം? എന്റർപ്രണർ ആയിട്ട് സംജയണം. എന്താണ് അതിന്റെ ബെനിഫിറ്റ്? We don't have to give you a job, rather than you yourself will be creating much more job. സംരംഭകത്വത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ you will be creating the jobs. ആ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യയുടെ ആത്യന്തിക ലക്ഷ്യമായിട്ടുള്ള
എന്ത് ഡബിൾ ഡിജിറ്റ് ഗ്രോത്തിൽ നമുക്ക് എത്തുവാനായിട്ട് സാധിക്കുള്ളൂ. ഇത് ഇന്ത്യയുടെ കാര്യം. ഇതുപോലെ തന്നെ അന്തർദേശീയമായിട്ട് ലോകവ്യാപകമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? There are poverty everywhere, there is unemployment everywhere, there is a lack of water everywhere, there are many countries. അപ്പൊ അതിന്റെ പേരിൽ G20 എന്ന് പറയുന്ന 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും കൂടി ചേർന്നുകൊണ്ട് ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്തു. ഈ അവസ്ഥയിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മില്യൻ ഡെവലപ്മെന്റ് ഗോളിൽ നിന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിലേക്ക് വരാനുള്ള കാരണം അതാണ്. മില്യൻ ഡെവലപ്മെന്റ് ഗോൾ പാർട്ടിലി ആൻഡ് പാർഷ്യലി ഇറ്റ് വാസ് ഓക്കെ, ബട്ട് ഇറ്റ് കുഡന്റ് റീച്ച് ടു ദ മാസീവ് ലെവൽ. അതുകൊണ്ടാണ് ഈ G20യുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ 85% GDP belongs to these countries. 85% of the world population belongs to G20 countries. 75% of international trade belongs to these countries. 2/3 of the world population belongs to these countries. അങ്ങനെയാണെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിലെ പ്രശ്നങ്ങളെ മാറ്റിവെക്കാനായിട്ട് വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് പോലെ ഒരു കുടുംബമായിട്ട് ലോകം മുഴുവൻ ചെയ്യണമെങ്കിൽ ഈ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള ഇല്ലായ്മകളെ, എന്താണ് മനുഷ്യന്റെ പ്രശ്നം? മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത് നാം എല്ലായ്പ്പോഴും ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും അറിവില്ലായ്മയുടെയും മരുതായ്മയുടെയും പ്രതീകമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. Everywhere there is negative connotations. എന്താണത്? ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും അറിവില്ലായ്മയുടെയും മരുതായ്മയുടെയും പ്രതീകമായി നിന്നുകൊണ്ട് we are just crying. There was no possibility across the globe. There was no possibility to have some kind of light to lead them. So G20 has come forward. G20കള് 17 ഗോളുകളെ ഡിഫൈൻ ചെയ്തു. ആ ഡിഫൈനിൽ നിന്നാണ് നമ്മളിപ്പോ 7ലേക്ക് എത്തിയിരിക്കുന്നത്. ഇതാണ് EDI എത്തിയിരിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് I want to show you that what EDI is. We have a small corporate movie which will take 5 to 7 minutes. Please. അത് കാണാം. അത് കഴിഞ്ഞിട്ട് I come to the context.
research, institution building. We are Entrepreneurship Development Institute of India, popularly known as EDII, the premier national resource organization in entrepreneurship since 19. EDII was set up by Apex Financial Institutions, the IDBI Bank Limited, the ICICI Bank Limited, IFCI Limited, and the State Bank of India, with support from the Government of Gujarat. The Institute embarked upon a journey of creating successful entrepreneurs with the launch of the first ever entrepreneurship development training concept, hailed as the EDII EDP model. Training became a core area, beginning from sensitizing people about entrepreneurship to hardcore training to ensure that new enterprises became widespread. The training range expanded to include sector and target-specific programs, cluster development in both organized and unorganized sectors, and capacity building to generate tangible results. No wonder today the Institute aids the National Mission of Skilled India, Prosperous India, with several skill-building projects in place. The Institute's evolution of crisis resilience models has also been successfully implemented during natural disasters. EDII's collaborations with national and international organizations strengthen its mandate of promoting entrepreneurship. Education was gradually brought into the fold with the introduction of pioneering academic programs so that the aspiring young and the dynamic could have their dream ventures. The Center for Advancing and Launching Enterprises, CRIDEL, will further ensure emergence of the innovative startups in burgeoning sectors. The CRIDEL has been set up with the support of the Department of Science and Technology, Government of India. EDII has been working with various target groups to help them through interventions of education, training, grooming, mentoring support, and incubation support to contribute to the nation building and economic development. We are very happy that we have experience of working within the country and outside, and EDII is credited with leading entrepreneurship movement in the country. As a nodal and monitoring agency for several ministries, including the Ministry of Rural Development, Ministry of MSME, Ministry of Skill Development and Entrepreneurship, Ministry of Food Processing, Department of Science and Technology, Ministry of Textiles, Ministry of External Affairs, and many more, EDII has achieved its mandate at the national as well as international levels. At the international level, with the mandate of creating and nurturing global citizens, EDII has not just got into capacity building of professionals, but has also taken up institution building for sustainable results. Today, institutes set up by EDII are successfully functioning across different countries. India too has embraced most of its entrepreneurial capacities on account of state entrepreneurial initiatives. EDII is the organization setting up of centers and institutes of entrepreneurship development in 12 states, helping state governments formulate the startup policy, particularly marks EDII's contribution in state entrepreneurship scenario and the startup domain. While the Institute's alumni are making a mark across the country and the globe, EDII-trained resource persons are ensuring that the entrepreneurship movement only gets strengthened by the day. To keep the flag flying high, step matching with the times is important, and thus research and documentation holds an important place in the work profile of the Institute. EDII has been chosen as one of the 5 leading institutes to be appointed as a policy research center by the Department of Science and Technology, Government of India. The institute leads the world's largest study, the Global Entrepreneurship Monitor, GEM India.
publishing the prestigious Journal of Entrepreneurship since 1992, featuring prominent research papers in the sector, reflects its passion to take up research, curriculum development and evolution studies strengthen its base. An aspect which assigns credence to EDII is its faculty and ensemble of highly qualified academicians, researchers, social scientists, and industry experts dedicated to the mission. A path well traveled, yet miles to go. EDII, adorned with national and international awards and housed in the sprawling Aga Khan award-winning campus, makes a promise. Udyoginam Purushsyaham Mupayati Lakshmi is EDII's motto, which means if you're hardworking, focused, and in touch with your inner strength, prosperity will come to you. EDII, the place for entrepreneurs. Come, join us in this miraculous phenomenon. Live for the country. Live for yourself. Thanks. For any point at any of the issue that the entrepreneurs are facing, any challenges, there will be a solution at EDI, especially for the students. If you would like to have innovative ideas, there is an incubator called CRADI. If you would like to study further, there is an MBA program. If you would like to have core academicians in entrepreneurship, there is fellow programs. Which type of training programs you need, it will be available. So whatsoever may be a requirement or challenges to be addressed in the realm of entrepreneurship, you can get in touch with Entrepreneurship Development Institute of India. There will be a provision for that. Please. So coming back to today in this talk, I am not going to talk much about now EDI. Let us come back to what are the government of India or government of Kerala, what are the ecosystem developed and offering for the development of entrepreneurs. Please, PPT go. See, we are working almost 17-18 states now. Please. These are all the various awards we had, especially that is Aga Khan winning award campus. Please. EDI is recognized as Center of Excellence by Ministry of Skill and Entrepreneurship Development Ministry. Please. We are associated with all these bilateral and multilateral agencies. We have a close linkage with the UNIDO, UNDP, ILO, British Council, various embassies, and all we are linked with. Please. All government of India institutions we are linked with, one way or other. Please. In Kerala, you can see that EDI is the first consultant for Kudumbasri, and we work with the Kerala Startup Mission. We have worked with the Department of Handlooms, Industries, Department of Fisheries, Department of Labour, Kerala State Youth Welfare Board, Kerala Institute for Entrepreneurship Development Cell, even KDIS, Kerala Development and Innovation Strategic Council. We work with all these institutions one way or other. Please. This is institutional network what we have altogether. See, more than 103 countries we are lined up. And in many of the states, we have developed replica of EDI and had given to the state government. In Kerala, we can see KID, Kerala Institute for Entrepreneurship Development. So similarly, in almost the states, we can see. Please. Next. We have worked linkages with all these international, various continents. Please. Next. Yeah. This is one of the important aspects that we work with, work as a Department of Entrepreneurship Education. Any kind of challenges, any kind of requirements, we take care of under education. Next one is Department of Policy Advocacy, Knowledge and Research. Whatever may be required for policy formulation. I'll give you an example. During the 90s, I traveled approximately 300 engineering colleges in South India. And I was watching, I was observing. I'm not an engineer basically. I'm a social engineer rather. I was observing all the prototypes or all the assignment that engineering students have come with. And I was analyzing it. And we had given a report that the prototype
which now if I will ask you that, you will be able to do that, because here the midway of the stream, education stream. Otherwise, after a couple of years, what was your assignment during the study? You may not be able to understand what we are doing. For the sake of 10 marks, we are doing some kind of assignments, and you will be doing work assignments which require for the community, and after scoring the 10 marks, you will throw away this project to somewhere, and you will go as a to develop or to sell some of the naughty projects developed by someone else. Is it the objective of the education that we should have? എത്ര സുന്ദരമായിട്ടുള്ള ആശയങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമുള്ള നിങ്ങളുടേതായ പ്രൊജക്ടുകളെ നിങ്ങൾ വെറുതെ പേപ്പറുകളിൽ ഒതുക്കിക്കൊണ്ട് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള, ഇന്ത്യക്ക് കാതലായിട്ടുള്ള ഡെവലപ്മെന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയാവുന്ന പ്രൊജക്ടുകളെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട്, after your study, throwing this project somewhere as a waste paper, and you are going to sell someone else's project which may not be worth, and you are selling, you are using your life for the promotion of such kind of projects. ഇതാണോ നമുക്ക് ആവശ്യം? I'm quite sure that everybody cannot be an entrepreneur. There are limitations. But still, നമ്മളുടേതായ കപ്പാസിറ്റികളെ, നമ്മളുടേതായ അറിവുകളെ, നമ്മളുടേതായ സ്കില്ലുകളെ കൊണ്ട് നമ്മളൊരു പ്രൊജക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതിനോടൊപ്പം മുന്നോട്ട് പോകുവാനായിട്ടുള്ള ശക്തി അല്ലെങ്കിൽ ആർജവം നമുക്കില്ലെങ്കിൽ, why we should do such kind of projects? എന്താണ് അതിന്റെ ആവശ്യം? Now things has come forward something more that we have reached into the level of startups, and we are trying to develop prototype during the campus period itself. Then you will get some additional advantage that you can take it up in a better manner. Please back go. Department of Projects, ഗവൺമെന്റിന്റെ പ്രൊജക്ടുകൾ ചെയ്യാം. നിങ്ങൾക്ക് ഫണ്ടിങ് സപ്പോർട്ടിന് ആവശ്യം ഒരുപാട് ഗവൺമെന്റിന്റെ, ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഫ് യു കം അപ്പ് വിത്ത് റൈറ്റ് കൈൻഡ് ഓഫ് പ്രൊജക്ട്സ്. ഈവൻ കോർപ്പറേറ്റ്സ് ആർ കമ്മിങ് വിത്ത് CSR ഫണ്ടിങ്. In India right now, I work for CSR projects approximately 22 countries. 30-40 crores I am spending. Money is available in many ways, but you should have come up with the right kind of opportunities. You have to identify right kind of projects. You should come up with the right kind of prototypes. And it is up to you, your capability and your capacity. If you have capability and capacity which needs with the donor, there is no dearth of money as on diets. Earlier it was not like this. India has changed a lot. Our ecosystem has developed in further level. So we are taking care of the needs of the students community. Please. Then similarly, Department of Business Development Services, another issue. What the community faces now. We all come here and ask you to start the business. Everybody will start the business. Then what will happen? Business തുടങ്ങുന്നതിൽ അത്ര അതിനേക്കാൾ കൂടുതൽ പ്രശ്നമാണ് തുടങ്ങിയ ബിസിനസ്സിനെ കൊണ്ട് നടക്കുക എന്നുള്ളത്. I think Mr. Krishnanudi will join with me on that aspect. Because എല്ലാവർക്കും പറയാനായിട്ട് സാധിക്കും ബിസിനസ് തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മളുടെ സ്കില്ലിനെ അതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ when the business start, there is a crisis. There will be 7 crises. Teething problems that we may have to address. That point of time, earlier, there was no system. There was no development and service providing. It is taking care of that. We are also developing business development consultants for this purpose. So, right now, to develop a better ecosystem, we take care of all these aspects. Department of Developing Economy linkages. മറ്റു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ലോകവ്യാപകമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെല്ലാമാണ് സംരംഭകത്വത്തിൽ വേണ്ടത്? ലോകത്ത് ഒരാളും പട്ടിണി കിടന്നുകൂടാ എങ്കിൽ, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ, ലോകത്ത് ഒരാളും വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരരുത് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ഇന്ത്യ ഹാസ് കം ടു ദ ലെവൽ ഓഫ് presiding of G20 countries. We have responsibility. World had given us responsibility. And the government of India's responsibility has to bear shoulder by each one of us. If the ലോകത്തെ മാറ്റണമെങ്കിൽ നമ്മൾ മറ്റൊരു പ്രദേശത്തിലേക്ക് പോകണ്ട, നമ്മൾ സ്വയം മാറുകയാണ് ഏറ്റവും വലിയ അഭികാമ്യം. ഈ നമ്മൾ ഓരോരുത്തരും മാറുകയാണെങ്കിൽ ലോകം താനേ മാറിക്കോളും. ആ ആപ്തവാക്യത്തിന്റെ പിന്നിൽ നമ്മൾ ഡെവലപ്പിംഗ് എക്കോണമി ലിങ്കേജ് കൊണ്ട് മറ്റു രാജ്യങ്ങളെയും നമ്മൾ സഹായിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ. This is when I talk about, this is happening all over India. Government of India has advocating for this. That is why we are here in the picture. Please, next. This is international interaction that we have across. Please.
Now I am coming to the real core of the subject entrepreneurship. And I have only few questions to you. What we mean by entrepreneurship? എന്താണ് എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? പ്ലീസ്. ഞാൻ ഇങ്ങോട്ട് വന്ന പ്രശ്നമാണോ അവിടെ നിന്നാണോ പ്രശ്നം? എന്താണ് സംരംഭകത്വം എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏത് ഭാഷയിലും ഞാൻ സംസാരിച്ചോളാം, പറഞ്ഞോളൂ. വാട്ട് വി മീൻ ബൈ എന്റർപ്രണർഷിപ്പ്? മറുപടിയില്ല. ഓക്കെ, എങ്കിൽ ഞാൻ അതിന് വേറൊരു തരത്തിൽ കൊണ്ടുവരാം, റിവേഴ്സ് ഓർഡറിൽ കൊണ്ടുവരാം. ഞാനൊരു അധ്യാപകനാണ്. ഞങ്ങളുടെയൊക്കെ ഓഫീസ് ടൈം എന്ന് പറഞ്ഞാൽ 9:30 to 5:45 ആണ്, അല്ലെങ്കിൽ 10 തൊട്ട് 6 വരെയാണ്. ഈ 6 മണിക്ക് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് ടൈലറിങ് അറിയാം. ഇതറിയാം, ടൈലറിങ്. അത് മനസ്സിലായല്ലോ. ആ ടൈലറിങ് ആൾക്കാരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ചെയ്തുകൊണ്ട് ഞാൻ പൈസ വാങ്ങിക്കും. ഇത് ബിസിനസ് ആണോ അല്ലയോ? ബിസിനസ് ആണോ? കൈ പൊന്തിച്ചോളൂ. എത്ര പേര് ബിസിനസ് ആണെന്ന് പറയുന്നു? പാറ്റും കൈ പൊന്തില്ല. പൊന്തുണ്ട്. അല്ല, എന്തുകൊണ്ട്? ബാക്കിയുള്ളവരപ്പോ പറയണം എന്തുകൊണ്ട് അത് ബിസിനസ് അല്ല. ഞാൻ പണി ചെയ്യുന്നു, ഞാൻ പൈസ വാങ്ങിക്കുന്നു. എന്തുകൊണ്ടത് ബിസിനസ് അല്ല? എന്താ ബിസിനസ് എന്ന് പറഞ്ഞാൽ? പണി ചെയ്യുക, പൈസ വാങ്ങിക്കുക, അല്ലെ? ഞാൻ പണി ചെയ്യുന്നുണ്ട്, പൈസ വാങ്ങിക്കുന്നുണ്ട്. ഇത് ബിസിനസ് ആണോ? അല്ല. ഓക്കെ, അത് രണ്ടും പറയാത്തവർക്ക് വേറെ ചോദ്യം, വേറൊരു എക്സാമ്പിള്. രണ്ടാമത്തെ സീൻ, ഫസ്റ്റ് സീൻ ഈസ് ഓവർ. സെക്കൻഡ് സീനിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു. ആ സ്ട്രീറ്റിൽ പോയിട്ട് ഒരു കട എടുത്തിട്ട് കാലത്തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ വീട്ടിൽ കയറുന്ന അതേ ടൈലറിംഗ് മെഷീൻ, അതേ സിസർ, അതേ സ്കെയിൽ ഇത് കൊണ്ടുപോയിട്ട് ആ സ്ട്രീറ്റിൽ ഒരു കട വാടകയ്ക്ക് എടുത്തിട്ട് ഞാൻ കാലത്തൊട്ട് വൈകുന്നേരം വരെ അവിടെ ടൈലറിംഗ് പണി ചെയ്യാൻ തുടങ്ങി. ഇത് ബിസിനസ് ആണോ? ആണോ? കൈപ്പൊന്തിക്കോ? എന്തിനാ പേടിക്കണേ? ഒന്നിലും കൈ പൊന്തിക്കാത്തവരുണ്ട്. ഒന്നിലും പൊന്തിക്കുന്നില്ല, രണ്ടിലും പൊന്തിക്കുന്നില്ല. അതിനർത്ഥം എന്താ? ഓക്കെ, ഇതിൽ മൂന്നാമത്തെ സമയമില്ല നമുക്ക്, എന്താ പറയാ, അധികം സ്പെൻഡ് ചെയ്യാനായിട്ട്. എങ്കിൽ എന്റെ മൂന്നാമത്തെ സീൻ എന്ന് പറയുന്നത്, ഐ വെന്റ് ടു തിരുപ്പൂർ. I procured some stuff, fabrics from there. I brought it back to Kerala and I made it some kind of garments and I am selling in the market. Is it business? Yes. എത്ര പേര് കൈവന്തിക്കുന്നു? കുറച്ചധികം ആൾക്കാർ കൈവന്തി. അപ്പൊ എന്തുകൊണ്ട് ഒന്നാമത്തെ ബിസിനസ് അല്ല? അല്ലെങ്കിൽ എന്താണ് ഒന്നും രണ്ടും തമ്മിലുള്ള വ്യത്യാസം? സൈഡ് ബിസിനസ്. എന്താണ് ഒന്നും തമ്മിലുള്ള എന്താ വ്യത്യാസം? ഇൻവെസ്റ്റ്മെന്റ് സെയിം. അതായത് ഞാൻ പറഞ്ഞിരുന്നു, ആകപ്പാട് ഒരു കാര്യത്തിലെ വ്യത്യാസം എന്താണ്? ഞാൻ എൻ്റെ വീട്ടിലുള്ള ടൈലറിംഗ് മെഷീൻ, എൻ്റെ സ്കിൽ, എൻ്റെ കയ്യിലുള്ള സിസർ, എൻ്റെ കയ്യിലുള്ള സ്കെയിൽ, ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ 3 കേസിലും. ആദ്യത്തേതില് ഇത് മൂന്നും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് ചോദ്യം. ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ആകെ രണ്ടാമത്തെ കേസിൽ ചെയ്യുന്നത് ഒന്നിന് മാത്രമേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടാ? കട റെന്റ് എടുത്തു, അപ്പൊ കുറച്ച് പൈസ കൊടുത്തു. അത് കൂടാതെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ദർ ഇസ് നോ ഡിഫറൻസ്. സോ ഒന്നും രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും മൂന്നും തമ്മിൽ എന്താ വ്യത്യാസം? മൂന്നാമത്തെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നില്ല എനിക്ക്. കമ്പയർ ചെയ്യുമ്പോ എന്തിനൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്? റോ മെറ്റീരിയലിന് പൈസ വേണം, പിന്നെ ട്രാൻസ്പോർട്ടേഷന് പൈസ വേണം,
ഒറ്റയ്ക്ക് തന്നെ അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ, ഇപ്പോഴും ചെയ്യുന്നുള്ളൂ. ഐ ആം അലോൺ, സിംഗിൾ മാൻ. ഓക്കെ ഓക്കെ. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് സം കൈൻഡ് ഓഫ് ഇൻകം, അല്ലെ? സം കൈൻഡ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വിവക്ഷ പ്രകാരം ഇൻകം ജനറേഷൻ ആക്ടിവിറ്റി എന്ന് പറയും. അതിനെ നമ്മൾ പ്യൂർ ആയിട്ട് ബിസിനസ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ദോ വി ആർ മേക്കിംഗ് മണി. വാട്ട് ഈസ് സെക്കൻഡ്? ഞാനില്ലാതെ കണ്ട് നടക്കില്ല. കാലത്തോട്ട് വൈകുന്നേരം വരെ എന്നിലൂടെയാണ് ആ പ്രസ്ഥാനം പോകുന്നത്. അതിനുകൂടെ അതിന് എന്തായാലും നമ്മൾ കൺസിഡർ ചെയ്യും സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയും. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? ഐ ഹാവ് ഇൻവെസ്റ്റഡ് സംതിങ്. ബിയോണ്ട് ദാറ്റ് ഐ എക്സ്പ്ലോർ ദ മാർക്കറ്റ്. എന്താ മാർക്കറ്റ് ഞാൻ ചെയ്തേ? ക്ലോത്ത്സ് ആർ അവൈലബിൾ ഇൻ ട്രിവാൻഡ്രം, തൃശൂർ, മധുരൈ ഓർ മുംബൈ ഓർ ഡൽഹി. I didn't go anywhere. Where I went? Tirupur. Because I did some exploratory study and I realized that this is a place where I can procure the real stuff. I identified that. I did some hard work. അപ്പൊ അത് നമ്മൾ ചെയ്തു. രണ്ടാമത് I went there. എങ്ങനെയാ ഞാൻ പോയേ? By investing my own money. തേർഡ്, ഞാൻ ഫാബ്രിക് പർച്ചേസ് ചെയ്തു. എങ്ങനെയുള്ള ഫാബ്രിക് പർച്ചേസ് ചെയ്ത്? അനലൈസ് ദ മാർക്കറ്റ് സറൗണ്ടിങ് മീ. ഞാൻ ഇത് കൊണ്ടുവന്നാൽ അവിടെ 50 രൂപ തൊട്ട് 5000 വരെ മീറ്ററിന് അവൈലബിൾ ആയിട്ടുള്ള തുണിയുണ്ട്. ഐ എം നോട്ട് ഗോയിങ് എനിവെയർ. ഐ ഗോൺ ഫോർ 100 or 150 പെർ മീറ്ററിന് വില. ആ ഡിസിഷൻ ആരെടുത്തു? ഞാനെടുത്തു. ആർക്ക് വേണ്ടിയിട്ട് എടുത്തു? ഓൺ ബിഹാഫ് ഓഫ് മൈ കമ്മ്യൂണിറ്റി ഓർ ക്ലയൻസ്. അത് അവിടെ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അത് ഏത് ടാർഗറ്റ് ഗ്രൂപ്പിന് വേണം, ഏത് ടാർഗറ്റ് ഗ്രൂപ്പിനാണ് പ്രൊഡക്റ്റ് അവൈലബിൾ? കുട്ടികൾക്ക് വേണോ, യൂത്തിന് വേണോ, മെയിൽസിന് വേണോ, ഫീമെയിൽസിന് വേണോ, കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് വേണോ? ഹു took the decision? I took on behalf of community. അല്ലെ? രണ്ടാമത്, ഇനി അത് വിട്ട് കഴിഞ്ഞിട്ട് അതിന്റെ പ്രൈസ് ആര് ഫിക്സ് ചെയ്തു? I decided. Of course, I will assessing the market trend, but still, as an entrepreneur, what should I do? I should fix the price in comparison with the other brand or product available in the market. Again, ഞാനാണ് ഈ വക കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് എന്തായിട്ട് പറയാം? ഐ ആം ടേക്കിംഗ് റിസ്ക്, ഐ ആം ഡൂയിങ് ഇൻവെസ്റ്റ്മെന്റ്, ഐ ആം എക്സ്പ്രസിംഗ് മൈ ഇന്നോവേറ്റീവ് തോട്ട്സ് ആൻഡ് ആക്ഷൻസ്. ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് ടു ബി കോൾഡ് ആസ് എന്റർപ്രണർഷിപ്പ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മളുടെ വേരിയൻസ്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോ ഇന്ത്യയിലെ ലോകവ്യാപകമായി ഡെവലപ്മെന്റ് സെക്ടറുകളിൽ മുന്നോട്ട് വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഓരോ രാജ്യവും വികസിച്ചത് പ്രത്യേകതകളുടെ പേരിലാണ്. ചില USP ആ രാജ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇംഗ്ലണ്ട് എങ്ങനെയാണ് വികസിച്ചത്? why England UK has become so prominent? ഉറക്കെ പറയും. എന്താണ് കോളനൈസേഷന് കാരണമായത്? നീഡ് ഫോർ റിസോഴ്സസ്, അല്ലെ? അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് കാതലായിട്ടുള്ള ഭാഗം. ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ മാസ് പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ റോ മെറ്റീരിയൽ ആവശ്യമായി. അത് അവർക്ക് കിട്ടാത്തതിന്റെ പേരിൽ അവർ കോളനൈസേഷൻ തുടങ്ങി. അങ്ങനെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവർ വ്യാപകമായി. അപ്പൊ UK ഡെവലപ്ഡ് ഓൺലി ബിക്കോസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. US എന്തുകൊണ്ടാണ് ഡെവലപ്പ് ആയത്? ഡിഫൻസ് ടെക്നോളജി, അല്ലെ? ഡിഫൻസ് ടെക്നോളജി അവർ സ്വായത്തമാക്കി. അതിന്റെ പേര് US has been developed. ജർമ്മനി എന്തുകൊണ്ടാണ് ഡെവലപ്പ് ആയത്? What is the strength of Germany? Engineering. What is the strength of Japan? Electronics. What is the strength of China? Cheap labor, അല്ലെ? Human resources. What is the strength of India? What is the strength of India? Technical knowledge. Educated young population is the recent phenomena, but prior to that, what we are doing? Only male force was doing
income generating activity directly, though massive part is done by female even. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സ്ത്രീകളെ അരങ്ങത്ത് നിന്നും അണിയറയിലേക്ക് എന്ന് പറയുന്നത് പോലെ സത്യത്തിൽ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താ ചെയ്തത്? സ്ത്രീകളെ കൊണ്ട് കൂടുതൽ പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്തത്, അല്ലെ? നമ്മൾ പറയുമ്പോ പറഞ്ഞു, സ്ലോഗൻ എന്ത് പറഞ്ഞു? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞുകൊണ്ട് what we did? They bring them into domestic work as it is, in addition to that some income generation activity. അപ്പോ നമ്മളുടെ ഒരു 50, എന്താണ് ഇന്ത്യൻ പോപ്പുലേഷന്റെ കണക്ക്? ഇന്ത്യൻ പോപ്പുലേഷന്റെ സെക്സ് റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 50% നിൽക്കുന്നത്. അതിൽ 50% കൂടി നമ്മൾ പ്രൊഡക്ഷൻ ലൈനിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയുടെ GDP കൂടി. അതിനുവേണ്ടി നമ്മൾ കൊണ്ടുവന്നു നമ്മള് വുമൺ എന്റർപ്രണർഷിപ്പ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പലപ്പോഴും, ബിക്കോസ് പുതിയതായിട്ടൊരു മേഖലയിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോഴും നമ്മൾ പറഞ്ഞു, ഒറ്റയ്ക്ക് നിന്നാൽ സ്ത്രീകൾ അപകടമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ചായിക്കൊള്ളൂ, അല്ലെ? അങ്ങനെ നമ്മൾ എന്ത് കൊണ്ടുവന്നു? എന്റർപ്രണർഷിപ്പിന്റെ വേറൊരു വേരിയന്റിന് വേണ്ടി നമ്മൾ SHG മൂവ്മെന്റുകളെ കൊണ്ടുവന്നു. അങ്ങനെ SHGകളിൽ കൂടെ, കൂട്ടായ്മകളിലൂടെ, ക്ലിയർ ആണോ? എന്താ കുടുംബശ്രീ എന്ന് പറഞ്ഞ? കേട്ടിട്ടുണ്ടോ? കുടുംബശ്രീ എന്നൊരു പദം കേട്ടിട്ടുണ്ടോ? സ്ത്രീകളെങ്കിലും പെൺകുട്ടികളെങ്കിലും കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് ഇറ്റ്? ഞാൻ പറഞ്ഞു എനിക്ക് ചോദ്യങ്ങളേ ഉള്ളൂ, ഉത്തരങ്ങളില്ല. വാട്ട് ഇറ്റ് ഈസ്? കൂട്ടായ്മ. ഇദ്ദേഹം പറയുന്നു കൂട്ടായ്മയാണ്. എന്താ കുടുംബശ്രീയുടെ സ്ലോഗൻ? സ്ത്രീകളിലൂടെ കുടുംബത്തിലേക്ക്, കുടുംബത്തിലൂടെ രാഷ്ട്രത്തിലേക്ക്, അല്ലെ? അപ്പോ സ്ത്രീയെ, വുമൺ എംപവർമെന്റ് ആണ് പ്രൊജക്ട്. എന്താ വുമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ? അനദർ വേരിയന്റ് ഓഫ് എന്റർപ്രണർഷിപ്പ്. എന്താ വുമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ? സ്ത്രീ ശാക്തീകരണം. സ്ത്രീ ശാക്തീകരണം എന്താണ്? വുമൺ എംപവർമെന്റ്, അല്ലെ? ഡിക്ഷണറി നോക്കുകയാണ് നമ്മൾ, പേജ് നമ്പർ സോയിൽ ഇത് കാണാം. അവിടുന്ന് പറയുമ്പോൾ അവർ തിരിച്ചു പറയും. വാട്ട് ഈസ് വുമൺ എംപവർമെന്റ് ആസ് സച്ച്? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഐ ഡു അഗ്രി. ഒരു ഉദാഹരണം പറയാം. ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സഹോദരിക്ക് 60,000 രൂപ സാലറി ഉണ്ട്. പക്ഷെ ആ സാലറി സ്പെൻഡ് ചെയ്യണമെങ്കിൽ പെർമിഷൻ ആരുടെ വേണം? ഭർത്താവിന്റെയോ അച്ഛന്റെയോ സഹോദരന്റെയോ വേണം. എന്റെ നൈബറായുള്ള ഒരു സ്ത്രീയുണ്ട്, തങ്കമ്മ. അവരുടെ ഭർത്താവ് ഓട്ടോപോളറാ. ഇദ്ദേഹം കൊണ്ടുവരുന്ന പൈസ ദിവസം 200-300 ഉണ്ടാവുള്ളൂ. അത് വീട്ടിൽ വെച്ചാൽ ആ സ്ത്രീക്ക് ആ പൈസ എടുത്ത് സ്പെൻഡ് ചെയ്യാം. ആരാ എംപവേർഡ്? ഹു ഈസ് എംപവേർഡ്? അത് വിചാരിച്ചിട്ട് ആരും ടെക്നോ പാർക്കിൽ ജോലിക്ക് പോകാണ്ടിരിക്കണ്ട കേട്ടോ. Who is empowered? So rather than making money, it should be the spending ability or the right to spend ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ഒന്നാമത്തെ ആയിട്ടുള്ള. പക്ഷെ വുമൺ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് വേണം. എന്തൊക്കെ വേണം? 1 ഫൈനാൻഷ്യൽ, 2 സോഷ്യൽ, പിന്നെന്താ വേണ്ടേ? ഒരു സ്ത്രീ ഞാൻ സുശക്തയായി അല്ലെങ്കിൽ എംപവേർഡ് ആയി എന്ന് പറയണമെങ്കിൽ there are 3 variants. One is social empowerment, second one is economic empowerment, third one is legal and political empowerment. ഇത് 3 കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഇത് കൊണ്ടുവരുന്നത് വുമൺ. അങ്ങനെയാണ് കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനം, SHG മൂവ്മെന്റുകളൊക്കെ തുടങ്ങിക്കൊണ്ട് നാടിന്റെ GDP കൂട്ടുവാനും അവരെയെല്ലാം എന്താ പറയുക എക്കണോമിക്കലായിട്ട് കോൺട്രിബ്യൂട്ടറി ഫാക്ടറായിട്ട് മാറ്റി വരുവാനും വേണ്ടി നമ്മൾ കൊടുക്കുന്ന എന്റർപ്രണർഷിപ്പിന്റെ മറ്റൊന്ന്. പിന്നെന്താ? എന്റർപ്രണർഷിപ്പ് വാല്യൂ ചെയിൻ. അനദർ ഒരു വേരിയൻസ് വിച്ച് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കുക? ബിസിനസിനെ കുറിച്ച് ഭംഗിയായിട്ട് മനസ്സിലാവണമെങ്കിൽ ഓരോ ബിസിനസിന്റെയും വാല്യൂ ചെയിൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. എന്താ വാല്യൂ ചെയിൻ എന്ന് പറഞ്ഞാൽ? പാല് ഒരു ഉൽപ്പന്നമായിട്ട് എടുക്കുകയാണെങ്കിൽ എവിടെ നിന്ന് തൊട്ട് തുടങ്ങണം? ബ്രീഡ് ഫാമിംഗ് തൊട്ട് തുടങ്ങണം. ബ്രീഡ് ഫാമിംഗ് എങ്ങനെയാണ്, അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് എന്തൊക്കെയാണ്, അവയെ പരിശോധിക്കാൻ എന്താണ്, ഹെൽത്തിന് എന്തെല്ലാം കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് ഇവരുടെ പാല് കിട്ടിക്കഴിഞ്ഞാൽ പാൽ എങ്ങനെ കൊടുക്കണം, അതിന്റെ വാല്യൂ അഡീഷൻ എന്ത് കൊടുക്കണം, അതിന്റെ ബൈ പ്രൊഡക്റ്റ് എത്ര കൊടുക്കണം,
ഇങ്ങനെയുള്ള മൊത്തം ഒരു അനാലിസിസ് നടത്തുമ്പോഴാണ് ഇൻ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് ഗോൾസിൽ നിങ്ങൾക്ക് ഭംഗിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയെ കണ്ടെത്താനായിട്ട് സാധിക്കുക. ഭംഗിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എന്റർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഏത് സെക്ടറിനെയാണോ നിങ്ങൾ എടുക്കുന്നത്, ഫുഡാണോ, വാട്ടർ ആണോ, എഡ്യൂക്കേഷൻ ആണോ, എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അതിന്റെ വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഏതെല്ലാം സാധ്യതകൾ അതിനുണ്ട്, അടി തൊട്ട് മുടി വരെ അത് അസസ് ചെയ്തുകൊണ്ട് അതിനെ ചെയ്യുമ്പോഴാണ് നമ്മൾ വാല്യൂ ചെയിൻ എന്ന് പറയുന്ന ഇതിലേക്ക് പോകും. ഇത് സസ്റ്റൈനബിൾ ഈ G20 സസ്റ്റൈനബിലിറ്റി ഗോൾ വെച്ച് നോക്കുമ്പോൾ ഓരോ സെഗ്മെന്റിനെയും നിങ്ങൾക്ക് എടുത്ത് നോക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ എല്ലാവരും ഐഡിയ കൊടുത്തിട്ടുള്ളതാണ്. ഫർദർ യു ഷുഡ് അനലൈസ് വെദർ ഐ ആം ഫിറ്റ് ഹിയർ ഓർ ഐ ആം ഫിറ്റ് ദേർ. എങ്കിൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലസ്റ്റർ, വേറെന്താണ് പറഞ്ഞേ? ക്ലസ്റ്റർ വേറൊരു വേരിയന്റ് ആണ്. എന്റർപ്രണർഷിപ്പിന്റെ വേറെ ഏരിയയാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. എന്താ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ ക്ലസ്റ്റർ? ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് എന്റർപ്രണേഴ്സ് ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് സമാന സ്വഭാവമുള്ള പ്രൊഡക്റ്റുകളുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ, ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് സമാന സ്വഭാവമുള്ള ഇൻകം ജനറേഷൻ അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഉണ്ടെങ്കിൽ ആ ഏരിയയെ നമ്മൾ എന്തെന്ന് പറയും? ക്ലസ്റ്റർ എന്ന് പറയും. എന്താണ് ഉദാഹരണം? ബാലരാമപുരം കൈത്തറി, ആലപ്പുഴ കോയർ, അല്ലെ, കൂത്താമ്പള്ളി ഹാൻഡ്ലൂം. ഇങ്ങനെ ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു പ്രത്യേക ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാം. ഈ പ്രശ്നങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ വാല്യൂ ചെയിൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തെല്ലാമാണ് സാധ്യതകളുള്ളതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മളുടെ സ്കില്ല്, നോളജ്, ആറ്റിറ്റ്യൂഡ് കൂടി ചേർത്തുകൊണ്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഇതിനൊക്കെ ഗവൺമെന്റ് ഇഷ്ടംപോലെ പൈസ തരുന്നുണ്ട്. വേറെ ഒന്നാണ് ഇപ്പൊ പുതിയതായിട്ട് വന്ന, അതിനുശേഷമാണ് നമ്മൾ എന്തിലേക്ക് വന്നിരിക്കുന്നത്? സ്റ്റാർട്ടപ്പ്. എന്താ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ കാലത്ത് ചോദിച്ച ചോദ്യമാണ്. വാട്ട് വി മീൻ ബൈ സ്റ്റാർട്ടപ്പ്? സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം റിസോഴ്സിനനുസരിച്ച് പോരാ. രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റാ. ഒന്ന്, ടെക്നോളജി ഡ്രിവൺ ആയിരിക്കണം. രണ്ട്, ഇന്നോവേറ്റീവ് ആയിരിക്കണം. ഇഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡെഫിനേഷൻ പ്രകാരം നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒന്ന്, അത് ടെക്നോളജി ഡ്രിവൺ ആയിരിക്കണം. രണ്ട്, ഇന്നോവേറ്റീവ് ആയിരിക്കണം. ഈ ഇന്നോവേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റിലോ അല്ലെങ്കിൽ പ്രോസസ്സിലോ ആവാം. പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കോളെന്ന് മാത്രമല്ല, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് പ്രത്യേക തരത്തിലുള്ള പ്രോസസ്സുകളെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? സ്റ്റാർട്ടപ്പ് എന്ന് പറയും. ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളെയാണ് നമ്മൾ എവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ക്യാമ്പസുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള എക്കോസിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. എന്താ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ? ഇവിടെ ഇൻക്യുബേറ്റർ ഇല്ലേ അമ്മേ? എന്താ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ? എന്തൊക്കെ സപ്പോർട്ടാണ് സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യം? നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ അല്ലെങ്കിൽ ഫാദർ, ഐ ഹാവ് വണ്ടർഫുൾ ഐഡിയ, ഇറ്റ്സ് എ ഗോഡ് പ്രൈസ് ഫ്രം ഹാക്കത്തോൺ ഓർ ബൂട്ട് ക്യാമ്പ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ലോഞ്ച് ഇറ്റ് ആസ് എ സ്റ്റാർട്ടപ്പ്. വാട്ട് വിൽ ഹാപ്പൻ? പോയി പണി നോക്കടാന്ന് പറയും അല്ലേ? പോയി പണി നോക്ക്. നിന്നെ ഞാൻ കോളേജിലേക്ക് അയച്ചത് നിന്നെ ബിസിനസ്സുകാരനാക്കാൻ വേണ്ടിയിട്ടല്ല, എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലേ? ഈ കേരളത്തിനെ കുറിച്ച് പൊതുവെ ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഇതുണ്ട്. അതായത് ഏതെങ്കിലും ഒരു വീട്ടിൽ മകനോ മകളോ എഞ്ചിനീയർ ആയില്ലെങ്കിൽ ആ വീട്ടിൽ അമ്മ സൂയിസൈഡ് ചെയ്യും. അതാണ് അവസ്ഥ. നമ്മളുടെ കൾച്ചറിനെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് നല്ല ധാരണയാണ്. അപ്പൊ ആ ലെവലിലാണ് നമ്മൾ പോകുന്നത്. അപ്പോ അതിൽ കൂടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ നാളെ തൊട്ട് പഠിക്കാനല്ല പോകുന്നത്. എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞാൽ, കൃഷ്ണനുണ്ണി പറഞ്ഞ പോലെ കൃഷ്ണനുണ്ണിക്ക് പെണ്ണ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ കൃഷ്ണനുണ്ണിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും കല്യാണം കഴിക്കാനായിട്ട് സ്ത്രീകളെ കിട്ടും. ദിസ് ഈസ് ദ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അല്ലേ? ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഇതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. എന്താ പറയാ, വി ആർ ഗെറ്റിംഗ് ഇൻ ദ റൈറ്റ് പെർസ്പെക്റ്റീവ് നൗ. ദർ ഇസ് എ ചേഞ്ച്. അതാണ്. അപ്പോ
ഈ സ്റ്റാർട്ടപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പൈസ വേണം. അപ്പോ പൈസ ഇനി ബാങ്ക് മാനേജർ എടുത്ത് പോയി കഴിഞ്ഞാൽ സംഭവിക്കും. പൈസ കൊടുത്ത സാധാരണ നിലയ്ക്ക് കിട്ടുക ആരെന്നാ കിട്ടുക? ബിസിനസ് തുടങ്ങാൻ പൈസ ആരാ തരിക? ആ ബാങ്കിൽ പോയി എന്ത് ഉണ്ടാവും? അയാൾക്ക് ഇത് മനസ്സിലാവില്ല. ഞാൻ ബാങ്കുകാരെ കുറ്റം പറയില്ല. അതായത് നിങ്ങൾ പറയാണ് എന്താണ് പറയുന്നത്? ഇപ്പൊ ബൈജുവിന്റെ എക്സാമ്പിൾ തന്നെ എടുത്താൽ, സാധാരണ നിലയിൽ ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങിയാൽ എത്ര കുട്ടികളുണ്ട് അവിടെ പഠിക്കാനായിട്ട്? 50-60 പേര്. അത് തന്നെ ആ ട്യൂഷൻ സെന്റർ തുടങ്ങാനായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാ. ആ സമയത്ത് ബൈജു ബാങ്കിൽ എന്നിട്ട് പറയുകയാണ്, ഒരേ സമയത്ത് ഓരോ ദിവസം ഞാൻ ഇന്ത്യ മഹാരാജ്യത്ത് 50,000 ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കും. ഇപ്പൊ ബാങ്ക് മാനേജർ എന്ത് പറയും? ഇവന്റെ തലയ്ക്ക് സംപ്രോബ്ലം. ഇവിടെ സാധാരണ ട്യൂഷൻ സെന്റർ എന്ന് പറയുന്നത് 50 കുട്ടികളെ 60 കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെയാണ് ഇവൻ പറയുന്നത് എന്തെന്ന് പറയുന്നത്? ഒരേ സമയത്ത് 50,000-60,000 കുട്ടികളെ വീട്ടിലിരുത്തി ഞാൻ പഠിപ്പിക്കാം, എന്റെ സെന്ററിലേക്ക് വരികയും കൂടി വേണ്ട. ദിസ് വിൽ നോട്ട് ബി ഡൈജസ്റ്റബിൾ ടു ദ ഓൾഡ് ജനറേഷൻ ഓർ ബാങ്ക് മാനേജേഴ്സ്. അപ്പൊ അവരെന്ത് പറയും? ഇത് ഫെസിബിൾ ആയിട്ടുള്ള പ്രൊജക്ട് അല്ല. അല്ലെങ്കിൽ എന്താ പറയാ, വീണ്ടും ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി അല്ലെ, ഇലക്ട്രിസിറ്റി നമ്മളുടെ വീട്ടിൽ വന്ന് മാപ്പ് ചെയ്യാൻ ഇതിന് പകരം ഞാൻ വേറെ ആള് പറയാണ്, കൃഷ്ണനുണ്ണി എന്നിട്ട് പറയാണ്, നിങ്ങൾ അങ്ങനൊന്നും പറഞ്ഞയക്കണ്ട, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് എല്ലാവരുടെ മീറ്റർ റീഡിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി തരാം. ബാങ്ക് മാനേജർ എന്ത് പറയും? അതിനൊരു പ്രൊജക്ടിന് പൈസ ചോദിച്ച ബാങ്ക് മാനേജർ എന്ത് പറയും? ഇത് ഇവിടെ പറയണ്ട അല്ലെ, നിങ്ങൾ വേറെ വല്ല ആൾക്കാർ പോയിട്ട് ആഫ്രിക്കയിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാരെ പറ്റിച്ചോ, ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ്, ഞങ്ങളെ പറ്റിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. പറയുന്നത് ആരാ? എഞ്ചിനീയേഴ്സ്. ഇതാണ് പാത്തറ്റിക് കണ്ടീഷൻ ഓഫ് എന്താ പറയാ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. ഇതിനെ അഡ്രസ് ചെയ്യണമെങ്കിൽ കുട്ടികൾക്ക് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ട്, ബെറ്റർ പ്രൊജക്ട് ഉണ്ട്, ബെറ്റർ പ്രോട്ടോടൈപ്സ് ഉണ്ട്. ബട്ട് there is no ecosystem, proper people to help you out. അങ്ങനെ വരുമ്പോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? സ്ഥലം വേണം, സ്ഥലത്തിലുള്ള ഫെസിലിറ്റീസ്, ഓപ്പറേഷൻ ചെയ്യാൻ എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ ലൈൻ വേണം, ഇമെയിൽ ID വേണം, കുറച്ച് അഡ്രസ് കൊടുക്കാനായിട്ട് വേണം, അത്യാവശ്യം ഫണ്ട് എങ്ങനെയാണ് കിട്ടുക എന്ന് പറഞ്ഞു തരാനായിട്ട് വേണം. നിങ്ങളുടെ പ്രൊജക്റ്റിൽ, നിങ്ങളുടെ ഡെവലപ്പ് ചെയ്ത പ്രൊഡക്റ്റുകളിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചാലഞ്ചുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളെ മെന്റർ ചെയ്യാൻ ആൾ വേണം. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പാടെ ഒരുക്കിക്കൊണ്ടാണ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്ന പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. പ്ലീസ് നെക്സ്റ്റ്. EDIയുടെ ക്രേഡിൽ ഉണ്ട്. EDIയുടെ ക്രേഡില് നല്ല ഇന്നോവേറ്റീവ് ഐഡിയ, അധികം പോസിബിലിറ്റി ഇല്ല, പക്ഷെ വളരെ ഗോപാലകൃഷ്ണൻ സാറ് ഷെയർ ചെയ്യുന്ന ഒരു ഇൻക്യുബേറ്റർ ആണ്. പ്ലീസ്. ഐ ഡോണ്ട് ഹാവ് ടു എന്താ പറയാ, നമ്മളെല്ലാവരും ഗൂഗിൾ ഉപയോഗിക്കുന്നവരാണ്. ക്രാഡിലിന്റെ സൈഡിലേക്ക് പോകുക, ബിക്കോസ് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് പഠിപ്പിക്കാനായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. നെക്സ്റ്റ് അത് നോക്കുക. ഏതൊക്കെ? ബേസിക്കലി വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ മാനുഫാക്ചറിങ്, ഫുഡ് ഓർ അഗ്രി ബിസിനസ്, റിന്യൂവബിൾ എനർജി, ഹെൽത്ത് കെയർ. ഇതൊക്കെ വൺ വേ ഓർ അതർ SDGയുമായിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ്. അതിന്റെ പേരിലാണ് EDI ഹാസ് ടേക്കൺ ഇറ്റ് ഫോർവേഡ്. ഇവിടെ ഏതെല്ലാം ഇങ്ങനെ തരത്തിലുണ്ടെങ്കിൽ നല്ല പ്രൊജക്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്താ പറയാ ഇൻക്യുബേഷൻ കിട്ടാനായിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാം. ഏതെങ്കിലും ആൾക്കാർ നാഷണൽ ലെവലിൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ പ്രിവിലേജ് ഫോർ ദം ടു ബി അക്കോമഡേറ്റഡ് ഇൻ ക്രെഡിൽ. പ്ലീസ് നെക്സ്റ്റ്. എന്തൊക്കെ ഓഫർ ചെയ്യുക? ഫുള്ളി ഫർണിഷ്ഡ് ഓഫീസസ്, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ബോർഡ് മീറ്റിംഗ് സ്പേസ്, കോൺഫറൻസ് റൂം, ഫോട്ടോ കോപ്പി കാര്യങ്ങൾ, ക്യാൻറ്റീൻ, അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഈ വക അത്യാവശ്യമായുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വിസിറ്റ് ക്രാഡിൽ. നെക്സ്റ്റ് പ്ലീസ്. 2015 നമ്മൾ തുടങ്ങി 2030 വരെ ലോകത്തിന്റെ പ്രശ്നങ്ങൾ തീർക്കുവാൻ വേണ്ടി 20ഓളം രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സാമൂഹികവും സാമ്പത്തികവുമായ പരിവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിഞ്ഞിരിക്കുന്നതിന്റെ പേരാണ് സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് ഗോൾസ്. അതിനെ മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മളുടെ ഇന്നോവേറ്റീവ് ഐഡിയ വെച്ചുകൊണ്ട് ഏതോ പ്രൊജക്റ്റോ പ്രൊഡക്റ്റുകളോ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറുവാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ്. ഇതാണ് 17 എണ്ണം. Visit SDG sites, UN sites, and you will be able to get 17. Out of this, we have selected 7. Next. ഏകദേശം 2, 3, 4, 5, 6, 7, 9, 11 ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അഡ്രസ് ചെയ്യാനായിട്ട് ഇതിൽ വരുന്നത്. ഇതിനാണ് നമ്മൾ ഈ ഹാക്കത്തോണിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇതില്
ആരൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യമായിട്ട് ഭംഗിയായിട്ടുള്ള പ്രൊജക്ടുകൾ കൊടുത്തിരിക്കുന്നത്, അവയെല്ലാം അസസ്മെന്റിന് ശേഷം നിങ്ങൾ നല്ലൊരു ഭാഗത്തിന് ഞാൻ കൊണ്ടുപോകാനായിട്ട് അഹമ്മദാബാദിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. എത്രമാത്രം ഉള്ളത് നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് പേരെ കൊണ്ടുപോയിരിക്കും, അതായിരിക്കും ഐ വിൽ ബി ഗ്യാരണ്ടി. അങ്ങനെയുള്ളവർക്ക് നാഷണൽ ലെവലില് നമ്മൾ അവിടെ ഇത് നടത്തിയതിനു ശേഷം യു വിൽ ബി നോൺ ആസ് award winner of India level, and we will be doing it at every year. We are planning for that, and hopefully we will do much marvelous in the coming years. ഇത്രയുമാണ് എനിക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനുള്ളത്. If we want to talk, we can talk days and weeks. But within 1 hour, what I can enlighten you or what I can impart for you, that is this much. There are large number of sites, there are large number of funds available, there are various governments, departments exclusively working for the welfare, for the taking up. You are as an entrepreneur, you are as a better startups, and dear friends, try to engage, try to enjoy the facility government of you had given offered for you. Please, thanks. Let me conclude here for thank you. What a wonderful session it was. Thank you, sir, for sharing this information. Now, I request Soumya ma'am to give the token of appreciation to the speaker. Thank you, sir. Now, we can have a look on to sustainable innovations. Sustainable innovations refer to the development of new products, services, or processes that are designed to minimize negative impacts on the environment while also addressing social and economic needs. These types of innovations are becoming increasingly important as society seeks to transition to more sustainable and equitable forms of development. We have Dr. Nidhi MB, mentor of ISTE MBCET chapter and an aspiring sustainability practitioner. She is currently serving as Associate Professor in Mechanical Engineering and National Executive Council member of ISTE New Delhi. She is the youngest and the only lady member from Kerala. She has won many professional accolades, including the Best Engineering College Teacher and the Best Faculty Advisor awards too in the recent years. She is also a fellow of Indian Institution of Industrial Engineering and has delivered more than 60 expert talks across the globe. I cordially request Dr. Nidhi ma'am to deliver a session on sustainable innovations. Good afternoon, everybody. Are you all tired? Are you all feeling better to hear any more sessions?